എൻ്റെ മറ്റൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചത് ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടാണ്. എൻ്റെ ഹോസ്റ്റൽ ജീവിതം രസകരമായ ഒന്നായിരുന്നു. പ്രത്യേകിച്ച് ഡിഗ്രി കാലത്തെ ഹോസ്റ്റൽ ജീവിതം ശരിക്കും എൻജോയ് ചെയ്ത 3 വർഷം. എൻ്റെ റൂമിന് എൻ്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചിരുന്നത് ചെയ്ത്താൻകോട്ട എന്നായിരുന്നു. അതിന് കാരണമുണ്ട്. റൂം ആകെ ഡിസോർഡർ ആയിരുന്നു. റൂം നിറയെ പേപ്പർ കഷ്ണങ്ങളും അതുപോലെ പുസ്തകങ്ങളും നോട്ടുകളും ആകെ ഡിസോർഡർ ആയിട്ടാണ് റൂമിൽ കിടന്നിരുന്നത്. ഒന്നും ഞാൻ അടുക്കി വെക്കാറില്ല. റൂമിലേക്ക് കയറി ചെന്നാൽ തന്നെ ആകെ ഡിസോർഡർ ആവും. കോട്ടിന് താഴെ കുറേ പുസ്തകങ്ങളും പേപ്പറുകളും അതുപോലെ വീക്കിലികളും ഇങ്ങനെ ആകെ ഡിസോർഡറായി കിടക്കുന്ന ഒരു റൂം. അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കളെ ചെയ്ത്താൻകോട്ട എന്നാണ് എൻ്റെ റൂമിനെ വിളിച്ചിരുന്നത്. എന്നാൽ ഈ റൂമിലേക്കാണ് എല്ലാവരും ഓടിയെത്താറ്. വൈകുന്നേരം കോളേജ് വിട്ടാൽ ഓരോരുത്തരായി റൂമിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ റൂമിൽ പ്രണയവും രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായ എല്ലാ വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടും. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നൊരു വേദിയായിരുന്നു എൻ്റെ റൂം. അതിൽ വളരെ രസകരമായ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. ചില പ്രണയ നിരാശ ഉള്ള ചില ആളുകൾ വരും. അവർ പ്രണയങ്ങൾ പൊട്ടിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അതുപോലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വരും. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഇതിനൊക്കെ പുറമെ ചില ചെറിയ ചെറിയ നുറുങ്ങുകളൊക്കെ എഴുതുന്ന ആളുകളും കൂട്ടത്തിലുണ്ട്. അവർ വന്ന് അവരുടെ കവിത പാടും, അതുപോലെ പാട്ട് പാടും, കഥ അവതരിപ്പിക്കും. ഇങ്ങനെ നന്നായി തമാശ പറയുന്ന ആളുകളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവർ പലതരത്തിലുള്ള കോമഡി പറഞ്ഞുകൊണ്ട് ചിരിപ്പിക്കലും. 3 മണിക്ക് ശേഷം ആ റൂം നല്ല ബഹളമായിരിക്കും. ഏകദേശം 5 മണി വരെ ഈ ബഹളം നീളും. പലരും പല കഥകളും പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന രസകരമായ ഒരു അന്തരീക്ഷം. 2 മണിക്കൂർ പോകുന്നത് അറിയില്ല. അത്രയും രസകരമായ ഒരു അന്തരീക്ഷമായിരിക്കും ആ 2 മണിക്കൂർ. അങ്ങനെ ഈ ചെയ്ത്താൻകോട്ട 3 വർഷവും ഇതിൽ ചെയ്ത്താൻകോട്ടയായിട്ട് തന്നെ നിലനിന്നു. ആർക്കും വന്നു കയറാവുന്ന ഒരു റൂം. എന്നാൽ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഉണ്ടായ രസകരമായൊരു സംഭവം. ഒരിക്കൽ എൻ്റെ സുഹൃത്ത് എന്നോട് വന്ന് പറഞ്ഞു, എടാ നമുക്കൊരു സിനിമക്ക് പോയാലോ? ഞാൻ റെഡിയാണ്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത്. അന്ന് കമ്പ്യൂട്ടറിൽ സിനിമ കണ്ടിട്ടുണ്ട്, പക്ഷേ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്നത് ആദ്യമായിട്ടാണ്. ഞാനും വരാം. ഇവൻ ഒരു ചോദ്യം ചോദിച്ചു, അല്ല ഞാൻ നിന്നെ കൊണ്ടുപോയിട്ട് ഇപ്പം എന്താ കാര്യം, നീ എങ്ങനെ സിനിമ കാണും? പക്ഷേ ഇവൻ്റെ വിചാരം സിനിമ എന്ന് പറയുന്നത് കണ്ണിൻ്റെ മാത്രം കലയാണെന്നാണ്. ഒരിക്കലും സിനിമ കണ്ണിൻ്റെ മാത്രം കലയല്ല. സിനിമ കാതുകളുടെ കല കൂടിയാണ്. അത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. സിനിമ കാണുന്നതല്ല, ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കൃത്യമായി ഇവനെ ബോധ്യപ്പെടുത്തി. അങ്ങനെ ഞാനും ഇവനും കൂടി സിനിമക്ക് പോയി. തിയേറ്ററിലെത്തിയപ്പോൾ എന്നോട് അവിടുന്ന് പറഞ്ഞ് നിങ്ങൾ ടിക്കറ്റ് എടുക്കണ്ട. അപ്പോൾ എനിക്ക് ടിക്കറ്റ് ഇല്ലാതെ സിനിമയ്ക്ക് കയറാൻ പറ്റി. ഇവന് ടിക്കറ്റ് എടുത്തു. അങ്ങനെ 2 പേരും സിനിമ കാണാൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി. ചാന്ത് പൊട്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഒരു സിനിമ തിയേറ്ററിൽ വെച്ചുകൊണ്ട് കാണുന്നത്. അത് എന്തെന്നില്ലാത്തൊരു അനുഭൂതി, ഒരു അനുഭവം, എക്സ്പീരിയൻസ് ഒരിക്കലും മറക്കാനാവാത്ത ഒന്നായിരുന്നു. സിനിമ കഴിയും വരെ ഞാൻ അതിലിങ്ങനെ ലയിച്ചു നിന്നു. അങ്ങനെ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങി. ഞങ്ങൾ കോഴിക്കോട് പോയി മുട്ടായി തെരുവിലൊന്ന് കറങ്ങി ഭക്ഷണം കഴിച്ചു. രാത്രി ഒരുപാട് വൈകിയാണ് ഞങ്ങൾ ഹോസ്റ്റലിലെത്തിയത്. ഹോസ്റ്റലിലെത്തി നോക്കുമ്പോൾ ബില്ല് പൂട്ടിയിരിക്കുന്നു. ഇനി എങ്ങനെ റൂമിൽ കയറും? ആകെ പേടിച്ച് നിൽക്കുകയാണ് ഞാൻ. ഇവന് നല്ല പരിചയമുണ്ട്. ഇതിനു മുമ്പും ഇവന് സിനിമക്ക് പോയിട്ടുണ്ട്, രാത്രി വൈകി എത്തിയിട്ടുണ്ട്, അവന് റൂമിൽ കയറിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത് ആദ്യ അനുഭവമായിരുന്നു. ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇനി എന്ത് ചെയ്യും, എങ്ങനെ ഞാൻ റൂമിൽ കയറും? അവൻ പറഞ്ഞു അതിന് പരിഹാരമുണ്ട്. ഇവൻ എന്ത് ചെയ്തു, അവിടെ പുറത്ത് ജനാലുണ്ട്, ഗ്രില്ലിൻ്റെ അടുത്തുള്ള റൂം. ആ റൂമിൽ പുറത്തേക്കുള്ള ജനാല ഇവൻ എന്ത് ചെയ്തു, തട്ടിയിട്ട് ആ റൂമിലുള്ള കുട്ടികളെ വിളിച്ചു നിർത്തി. അവർ എഴുന്നേറ്റ് ജനൽ തുറന്നു. ജനൽ തുറന്നപ്പോഴാണ് താഴത്തെ 2 കമ്പികളും മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ ജനലിൻ്റെ താഴത്തു കൂടെ റൂമിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞ് കയറി ചാടി. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്താണ് ഇവർ. കാരണം ഇവരിങ്ങനെ ഇടക്കിടക്ക് പോകുന്നത് കൊണ്ട് തന്നെ റൂമിൽ കയറാൻ വേണ്ടി ഇവരുണ്ടാക്കി വെച്ച ഒരു സിസ്റ്റമാണ്. പിന്നെ എന്നോടും പറഞ്ഞു ജനലിൻ്റെ ഉള്ളിലൂടെ റൂമിലേക്ക് ചാടിക്കോ. അങ്ങനെ ഞാനും ആദ്യമായി ഒരു കള്ളത്തരം ചെയ്തു. കമ്പികൾ മുറിച്ചിട്ട ആ ഒരു ജനലിൻ്റെ ഉള്ളിലൂടെ ഞാനും റൂമിലേക്ക് വലിഞ്ഞ് കയറി ചാടി. ചമ്മിൻ്റെ വാതിൽ തുറന്ന് എൻ്റെ റൂമിലേക്ക് പോയി. ഈ സംഭവത്തിന് ശേഷം പിന്നീട് ഒരിക്കലും ഞാൻ ഹോസ്റ്റലിൽ നിന്നും തിയേറ്ററിലേക്ക് സിനിമ കാണാൻ പോയിട്ടില്ല. കാരണം
ഒന്ന്, രാത്രി ഇത്ര സമയത്തിനുള്ളിൽ ഹോസ്റ്റലിൽ കയറിക്കൊള്ളണം എന്നൊരു നിയമമുണ്ട്. ആ നിയമത്തെ വരെ ലംഘിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ സിനിമക്ക് പോയതും വൈകി എത്തിയതുമെല്ലാം. ഇതുപോലെ മറ്റൊരു രസകരമായ അനുഭവമുണ്ട്. ഞാൻ എൻ്റെ റൂമിൽ നിന്നും രാവിലെ 9 മണിക്ക് ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് സ്റ്റെയർ കേസിൻ്റെ അടുത്തായിട്ട് വാർഡൻ്റെ റൂമുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ വരാന്തയിലൂടെ നടന്നു പോകുന്ന സമയത്ത് എൻ്റെ കൈ തട്ടി വാർഡൻ്റെ റൂം ലോക്കായി. അങ്ങനെ ലോക്കായപ്പോൾ ഞാനത് അറിഞ്ഞിട്ടില്ല. ഞാൻ കുറേ മുന്നോട്ട് പോയിട്ടുണ്ട്. കുറേ മുന്നോട്ട് പോയപ്പോൾ ഒരാളിനോട് ഒന്ന് പറഞ്ഞു, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയായിരുന്നു. എനിക്ക് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളെ രക്ഷപ്പെടുത്തത് എങ്ങനെ? ഇന്ന് ഫസ്റ്റ് പീരീഡ് വാർഡനാണ് ഞങ്ങൾക്ക്. അപ്പോൾ നീ ആ റൂം ലോക്ക് ചെയ്തുകൊണ്ട് ഇനി ഒരിക്കലും ഫസ്റ്റ് പീരീഡ് മൂപ്പര് വരില്ല. കാരണം ഇനി ആരും ആ റൂം തുറന്നെടുക്കും. കാരണം ഇപ്പോൾ ഹോസ്റ്റലൊന്നും ആരില്ല, എല്ലാം ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു വിഷമം തോന്നി. കാരണം സംഭവം എൻ്റെ അടുക്കൽ അറിയാതെ പറ്റിയതാണെങ്കിലും ഞാൻ കാരണമാണ് റൂം ലോക്കായത്. സാറ് ഈ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് ഇങ്ങനെ ഉറക്കെ വിളിക്കുന്നുണ്ട്, എടാ വാതിൽ തുറക്കൂ, ആരാണ് വാതിൽ പൂട്ടിയത്, വാതിൽ തുറക്കുന്ന ഉറക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ മെല്ലെ പോയിട്ട് ആ വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോൾ ഇയാൾ എന്നെ നോക്കി ചിരിച്ചു. ഗുഡ് ബോയ് എന്ന്. ഞാൻ സാറോട് സാർ, ഇത് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്, അറിയാതെ എൻ്റെ കൈ തട്ടി ഇത് ലോക്കായി പോയതാണ്. അങ്ങനെ ഞാനും കരുതുന്നത് ഇവരങ്ങനെ വെറുതെ ഇരിക്കണ്ട, സാറ് ഫസ്റ്റ് വിട്ട് ക്ലാസ് പോകട്ടെ, അവർ ക്ലാസ് ഇരിക്കട്ടെ, സാർ ഇല്ലാത്തതിൻ്റെ പേര് ഇവർ വെറുതെ ഇരുന്ന് സമയം കളയണ്ട. സാർ എനിക്കൊരു താങ്ക് യു ഒക്കെ പറഞ്ഞ് സാറ് ക്ലാസ്സിൽ പോയി. സാറുടെ പിന്നാലെ ഞാനും എൻ്റെ ക്ലാസ്സിലേക്കും പോയി. ഇങ്ങനെ ചില കുസൃതികളൊക്കെ അറിയാതെ സംഭവിച്ചു പോയ ഒരു ഹോസ്റ്റൽ ജീവിതം. ഇത് മാത്രമല്ല, പലപ്പോഴും ഈ ക്യാമ്പസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചുറ്റിക്കറങ്ങാനും ഈ ക്യാമ്പസുകളിൽ ഒരുപാട് രസങ്ങൾ, തമാശകൾ, ഒരുപാട് ഫ്രണ്ട്സുകൾ എല്ലാവരെയും കണ്ട് പഠനത്തോടൊപ്പം തന്നെ എൻജോയ് ചെയ്ത 3 വർഷം. ഞാൻ പലപ്പോഴും ഈ ലൈബ്രറിയിൽ പോയി ബുക്ക് എടുക്കും. സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ബുക്കല്ല എടുക്കാറ്, മറ്റു പല പുസ്തകങ്ങളുമാണ് ഞാൻ എടുക്കാറ്. ഈ പുസ്തകങ്ങൾ ഇങ്ങനെ റൂമിൽ കൊണ്ടുപോയി ഇങ്ങനെ അടുക്കി വെക്കും. പക്ഷേ ഇതിലെല്ലാ പുസ്തകങ്ങളും എനിക്ക് വായിക്കാൻ പറ്റാറില്ല. എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിൽ ഞാൻ പുസ്തകം അടുക്കി വെക്കും. കുറച്ച് കഴിയുമ്പോൾ റിട്ടേൺ ചെയ്യും. അവിടെ വരുന്ന ആളുകളൊക്കെ ഇതൊക്കെ ഉറക്കെ വായിക്കും, ഞാനത് കേൾക്കും. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങൾ തന്ന ഹോസ്റ്റൽ. ഈ ഹോസ്റ്റലിനെ കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.